Hello guys, welcome back. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ചാൽ പോകുന്നത് വാട്സപ്പിനകത്ത് പുതിയതായിട്ടൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വാട്സപ്പ് വെബ് എന്നുള്ളൊരു സംഭവം. ഈ വാട്സപ്പ് വെബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ ഫോണിനകത്ത് ഒരു സിം ഉണ്ട്, ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിൽ നമ്മളൊരു വാട്സപ്പ് ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യും. പക്ഷേ വേറൊരു ഫോണിനകത്ത് നമ്മളത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫോണിനകത്തുള്ള വാട്സപ്പ് ലോഗോ ടൈപ്പും ഇതിനകത്ത് കിട്ടും. അപ്പോൾ അങ്ങനെയേ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് ഫോണിനകത്ത് അങ്ങനെ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ലാപ്ടോപ്പിലായാലും മറ്റ് സംഭവത്തിലായാലും അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു വാട്സപ്പ് വെബ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേത് ഡിവൈസിലും നിങ്ങൾക്ക് ക്രോം ഉപയോഗിച്ചിട്ട് ക്രോമിൽ വാട്സപ്പ് വെബ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ ഇൻ്റർഫേസ് ആണ്. അതിൽ ഫസ്റ്റ് ആ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് അതിലൊരു QR കോഡ് ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ വാട്സപ്പിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ വാട്സപ്പ് വെബ് എന്ന് പറഞ്ഞിട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു QR കോഡ് ഒരു സ്കാൻ ചെയ്യാൻ പറയും. എന്നിട്ട് ഈ ഒരു സംഭവം സ്കാൻ ചെയ്ത് കൊടുത്താൽ നിങ്ങളെ ആപ്പ് ഉള്ള ഫോണിൽ മാത്രമല്ല ആ ക്രോം ഉള്ള ഫോണിനകത്തും നിങ്ങൾക്ക് ക്രോമിൽ കൂടി QR കോഡ് ആക്കിയ ആ ഒരു ഫോണിനകത്തും ഈ പറഞ്ഞ വാട്സപ്പ് മെസ്സേജൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്തുള്ള ഒരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാട്സപ്പ് വെബ് ലോഗിൻ ചെയ്ത ആ ഒരു ഫോണിനകത്ത് മെസ്സേജൊക്കെ കിട്ടുകയും ചെയ്യും, എല്ലാ മെസ്സേജും കാര്യങ്ങളും കാണാൻ കഴിയും. പക്ഷേ ആ ഒരു ആപ്പ് ഉള്ള ഫോണിലല്ലോ, വാട്സപ്പ് ആപ്പുള്ള ഫോണിൽ നെറ്റ് എപ്പോൾ ഓഫാക്കുന്നോ ആ ഒരു സമയത്ത് ആ വാട്സപ്പ് വെബ് ലോഗോ ടൈപ്പ്. അതാണ് അതിൻ്റെ ഒരു പോരായ്മ. പക്ഷേ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് വെബ് ലോഗിൻ ചെയ്യുന്ന സമയത്തും നമ്മൾ ആ വാട്സപ്പ് ആപ്പുള്ള ഫോണിൽ നെറ്റ് ഓഫാക്കിയാലും ആ ഫോൺ ഓഫായി പോയാലും ആ വാട്സപ്പ് വെബിൽ ലോഗ് ഔട്ട് ആവുകയില്ല, അതവിടെ തന്നെ ഉണ്ടാവും. ആ ഒരു സംഭവമാണ് പുതിയതായിട്ട് വന്നുള്ള അപ്ഡേറ്റ്. അപ്പോൾ ഇത് ലാപ്പ് യൂസ് ചെയ്യുന്ന അതേക്കാണ് ഇത് ഒരു നല്ലൊരു അപ്ഡേറ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഇതുവരെയായിട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക, രണ്ട് ഫോണിനകത്ത് നമുക്ക് എന്താ പറയുക ആപ്പ് ഉപയോഗിച്ചിട്ട് രണ്ടിൽ ഒരുമിച്ച് ലോഗിൻ ചെയ്യാം, ഒരേ നമ്പർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ലോഗിൻ ചെയ്യുന്ന ആ ഒരു സംഭവം വന്നിട്ടില്ല. അതൊരു പോരായ്മയായിട്ട് തോന്നി. എന്തായാലും ഈ ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സംഭവം വന്നിട്ടുള്ളത് വാട്സപ്പ് ബീറ്റ വേർഷനിലാണ്. അപ്പോൾ നിങ്ങൾ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വരുമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ വാട്സപ്പ് ബീറ്റ ആണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ആക്കിയാൽ ഇവിടെ 3 ഡോട്ട്സ് കാണാം. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക് ഡിവൈസ് എന്നാണ്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് കൊടുത്ത ഒരു സംഭവം ചെയ്യും. അപ്പോൾ അത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡിവൈസ് ബീറ്റ എന്നിട്ട് കാണാം, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സംഭവത്തിൽ ജോയിൻ ചെയ്യാൻ പറയും. അപ്പോൾ അവിടെ ജോയിൻ ബീറ്റ എന്നിട്ട് കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്താണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവത്തിൽ ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വാട്സപ്പ് ആപ്പുള്ള ഫോണ്. ഒന്നും കൂടെ കാണാൻ കഴിയും. ഞാൻ വാട്സപ്പാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ വാട്സപ്പ് വെബുള്ള ഫോണ്. അപ്പോൾ ഞാനിപ്പോൾ വാട്സപ്പ് ഈ ഫോണിലേക്ക് ഇപ്പോൾ വാട്സപ്പ് വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക് ഡിവൈസ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ലിങ്ക് ഡിവൈസ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഇവിടെ ജോയിൻഡ് ആണോ എന്ന് നോക്കണം. BT ആണെങ്കിൽ അപ്പോൾ ഉണ്ടല്ലേ ലിങ്ക് ഡിവൈസ് എന്നിട്ട് നിങ്ങൾ പാസ്വേഡ് ഫിംഗർ അടിച്ചു കൊടുത്താൽ ഇവിടെ ഒരു സ്കാനിങ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിവിടെ നിങ്ങളിങ്ങനെ സ്കാൻ ചെയ്ത് കൊടുക്കുക. സ്കാൻ ചെയ്ത് കൊടുത്ത് എങ്ങനെ ലോഗിൻ ആവുന്നതായാലും അതിന് നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. കണ്ടില്ലേ ഇവിടെ ഒരു സംഭവം യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് ഇവിടെ കാണാൻ കഴിയും വാട്സപ്പ് വന്നിട്ടുണ്ട്. വാട്സപ്പ് വെബ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിന് ഒരു ഹായ് അയക്കാണ്. ഇതില്ലേ ഹായ് ഒക്കെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനകത്ത് നിന്ന് മൊബൈൽ ഡാറ്റ ഓഫാക്കി കഴിഞ്ഞാലാണ് സാധാരണ പണ്ടത്തെ ഒരു വാട്സപ്പ് വെബിൽ പോകാറുള്ളത്. ഇനിയിപ്പോൾ ഞാൻ പുതിയതാണ് ഇപ്പോൾ ഓഫാക്കുന്നത്. കണ്ടില്ലേ മൊബൈൽ വൈഫൈ ഓഫാക്കി, മൊബൈൽ ഡാറ്റ ഓഫാക്കി, എല്ലാം ഓഫാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കി വെച്ചാൽ. അപ്പോൾ അതിനുശേഷം ഈ ഫോണിന് കണ്ടില്ല ഇപ്പോഴും ഞാൻ ഹായ് അയക്കാണ്. കണ്ടില്ലേ ഇതിങ്ങനെ സെൻഡ് ചെയ്യാണ്. കണ്ടില്ലേ ഇപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതിൽ എന്താ പറയുക നെറ്റൊക്കെ ഓഫാക്കി വെച്ചിട്ടാണുള്ളത്. ഇതിനകത്ത് ഞാനിങ്ങനെ കുറേ മെസ്സേജൊക്കെ ഇങ്ങനെ അയക്കുന്നുമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇതിനകത്ത് അയച്ചൊക്കെ ഇതിനകത്ത് നെറ്റില്ലാണ്ട് അയച്ച മെസ്സേജൊക്കെ ഇത് പിന്നീട് നെറ്റ് ഓൺ ആക്കുന്ന സമയത്ത് താനേ ലോഡ് ഔട്ടായി വരും. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഒന്ന് ബാക്ക് അടിച്ച് കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ കാണാൻ കഴിയും, നോക്കിക്കോളെ. കണ്ടില്ലേ ഞാൻ ഇവിടെ സേവ് നോട്ട്സിൽ അയച്ച മെസ്സേജൊക്കെ ഞാൻ നെറ്റ് ഓഫ് ആക്കിയിട്ടും ആണ് മെസ്സേജ്. ഇപ്പോൾ നെറ്റ് ഓൺ ആക്കിയപ്പോൾ കണ്ടില്ല അതേപോലെ വന്നിട്ടുണ്ട് ഞാൻ മെസ്സേജ് അയച്ച പോലെ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം. ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് വാട്സപ്പ് ബീറ്റയിലാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് BT ആണ് യൂസ് ചെയ്യുന്നത്, പ്ലേ സ്റ്റോറിനകത്ത് വാട്സപ്പ് BT ആണ് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കിട്ടും. ഇനി നിങ്ങൾ ഒഫീഷ്യലായിട്ടുള്ള വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു അപ്ഡേറ്റ് വരും. ആ ഒരു അപ്ഡേറ്റിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങളുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു ലാപ്പിലോ അല്ലെങ്കിൽ ഏതൊരു ഫോണിലോ മറ്റൊരു സംഭവത്തിലേക്ക് നിങ്ങൾ വാട്സപ്പ് വെബ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ 14 ദിവസം കഴിഞ്ഞാൽ ഈ വാട്സപ്പ് ആപ്പുള്ള ഫോണിൽ 14 ദിവസം കഴിഞ്ഞിട്ടും നെറ്റ് ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ ആ വാട്സപ്പ് വെബ് ലോഗോ ടൈപ്പ് പോകും.
14 ദിവസം വരെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ലിമിറ്റ് ഉള്ളത്. 14 ദിവസം കഴിഞ്ഞാൽ അത് ലോഗോ ടൈപ്പും 14 ദിവസമാണെന്ന് അറിയില്ല, ഇവിടെ എന്തായാലും ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൻ്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള സംഭവമുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. സോ ഇന്നത്തെ അടുത്തുള്ള വീഡിയോസ് ഇപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.